അപ്പൊ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ഇന്നലെ ലോസ് ഏഞ്ചൽസിൽ നിന്നും കഴിഞ്ഞ ദിവസം സാൻ ഫ്രാൻസിസ്കോ പോയി. ഇപ്പൊ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തിരിച്ച് ലോസ് ഏഞ്ചൽസിലേക്ക് പോകുന്ന വഴിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം വളരെ രസകരമായിട്ടൊരു വിഷയമാണ്. നമ്മള് പണ്ട് സിനിമകളിലൊക്കെ കണ്ട് നമുക്ക് പരിചയം ഉണ്ടാവും വില്ലന്മാര് ഒരു 2-3 കെട്ട് 100-ന്റെ കെട്ട് നോട്ട് കൊണ്ടുവന്ന് മേച്ചമ്മയിലേക്ക് എറിഞ്ഞിട്ട് കൊട്ടേഷൻ കൊടുക്കാന്നൊക്കെ. ഇന്നത്തെ കാലത്താണ് കൊട്ടേഷൻ, അന്ന് ഗുണ്ടായിസം റൗഡികളുടെ ഒക്കെ അങ്ങനെ പണം കൊടുക്കുന്ന രീതി. എന്നിട്ട് ഒരു വില്ലന്റെ പോലെ സംസാരിക്കുന്നത് നമുക്ക് അറിയാം, വ്യക്തമായിട്ടും അറിയാം, എല്ലാവർക്കും ബോധ്യമുണ്ട്. അത് പല കാലഘട്ടത്തിലും പുറമേ വന്നിട്ടുമുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ പണം കൊണ്ട് മറയ്ക്കാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളാണ്. അതിന് ഏറ്റവും അടുത്ത ഉദാഹരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പറയുമ്പോൾ കരിമണൽ കർത്ത എന്ന വ്യക്തി 16 കോടി രൂപ മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. ഈ ഒരു വാർത്തയെക്കുറിച്ച് ഒരു പക്ഷേ നമ്മുടെ മാധ്യമങ്ങളോ സ്ഥിരം അന്തിച്ചർച്ചയ്ക്ക് വരുന്നവരോ അതല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറാവാനായിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. നമുക്കറിയാവുന്ന കാര്യം, അവരുടെ കരിമണൽ കർത്തയുടെ പുസ്തകത്തിൽ നിന്നും 16 കോടി രൂപ മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പൊതുജനത്തിന് വ്യക്തമായിട്ടും ധാരണയുണ്ട്. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നതാണ്. എന്നിരുന്നാൽ പോലും നമ്മളത് മറക്കുമെന്നുള്ളത് അവർക്കറിയാം, മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും അറിയാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ കഥകളും അവിടെ നിൽക്കട്ടെ. ഇതേമാതിരി തന്നെയായിരുന്നു കോൾഡ് വാർ, ശീതസമര സമയത്ത് സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ വരുതിയിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് ഭരണകാലത്തൊക്കെ, അന്നത്തെ കോൺഗ്രസ് ഭരണമായിരുന്നല്ലോ ഭൂരിഭാഗവും, ഇന്ദിരാഗാന്ധിയൊക്കെ ഉള്ള സമയത്ത് മാധ്യമങ്ങളെ ശക്തമായി സ്വാധീനിച്ച്, അത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഇന്നും വളരെ പെരുമയോടും പാരമ്പര്യത്തോടും കൂടി നമ്മുടെ കൊച്ചു കേരളത്തിലും പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് വാങ്ങിയ വമ്പന്മാര് ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം, പേരുകളൊക്കെ അറിയാവുന്നതാണ്. ഒപ്പം തന്നെ ഇന്ത്യയിലോ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക ഭാഷകളിലും ഒക്കെ KGB, റഷ്യയുടെ ഇന്റലിജൻസ് ഏജൻസി, വാർത്തകള് പ്ലാൻ ചെയ്തിരുന്നു. സോവിയറ്റ് യൂണിയന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്ലാൻ ചെയ്തിരുന്നു. അന്ന് പ്രിന്റ് മീഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നാണല്ലോ ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും അവിടുത്തെ ലീഡർഷിപ്പിനും ഒക്കെ പണം കൊടുത്തിരുന്നു. എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയ കഥകളൊക്കെ നമ്മള് ഇത് ചെയ്യുന്നുണ്ട്. അമ്മാതിരി ഉള്ള ഇപ്പോൾ റഷ്യക്ക് സ്വാധീനം കുറഞ്ഞു വരികയും യുദ്ധത്തിൽപ്പെട്ട് ആകെ ഒരു അപകടകരമായ, കാരണം അവര് കൈവച്ചത് യുക്രൈനെ പോലെയുള്ള ഒരു രാജ്യത്തെ കൈവച്ച് 2-3 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ച് പോരാമെന്ന് വിചാരിച്ചിരുന്ന റഷ്യക്ക് 3 വർഷമായിട്ടും എങ്ങും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ആ ഒരു യുദ്ധം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പോ ആ ഒരു സാഹചര്യത്തില് അവർക്ക് വേണ്ടത്, അവരുടെ പിന്നിൽ അടിയുറച്ച് നിന്നിരുന്ന ഒരുവിധം രാജ്യങ്ങളൊക്കെ അമേരിക്കൻ സഖ്യകക്ഷികളും അവരുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളും ചേർന്നില്ലാതാക്കി. ഉദാഹരണമായിട്ട് ഇറാനുണ്ട്, സിറിയ ഉണ്ട്, പിന്നീട് വെനിസുല ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മോസ്കോ, അതായത് റഷ്യയോട് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാൻ പറ്റുമോ? കാരണം അവരെ വ്യക്തമായിട്ടും വെനിസുല എന്ന് പറഞ്ഞ രാജ്യത്തെ അസ്ഥിരതപ്പെടുത്താനായിട്ട് ട്രംപ് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു. അമേരിക്കൻ മിലിറ്ററി അവിടെ വ്യക്തമായ പ്രസൻസ് കരീബിയൻ ഐലൻഡ്സിലും ബോട്ടുകൾ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കരയിലേക്ക് കയറാനായിട്ടുള്ള ഇതാണ്. അതിനുള്ള സ്റ്റേജിങ് ഗ്രൗണ്ട് പോർട്ടോറിക്കോ പോലെയുള്ള സ്ഥലങ്ങളിൽ, പോർട്ടോറിക്കോ അമേരിക്കയുടെ ഭാഗമാണ്, ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ പോർട്ടോറിക്കോ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ റഷ്യയുടെയും ഇതിലുള്ള സുഹൃത്ത് ബന്ധത്തിൽ പെടുന്നതാണ് ഇന്ത്യ. ഈ ഒരു ഇത് നമ്മൾ നോക്കി കാണുമ്പോൾ ഇന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലയിലേക്കാണ് ഈ കാര്യങ്ങൾ വരുന്നത്. എന്നിരുന്നാൽ കൂടി ഇതിന്റെ വാസ്തവം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അല്ല, അമേരിക്കൻ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ടാണ്
ഇത്തരത്തിലുള്ള ഇന്ത്യക്ക് ചുറ്റും ഇപ്പൊ കാണുന്ന പ്രശ്നങ്ങളുടെ തുടക്കം. അത് കമല ഹാരിസും ജോ ബൈഡനും ഇരിക്കുന്ന സമയത്തുള്ള ഒരു ഇതാണ്. അപ്പൊ അത് വ്യക്തമാക്കുന്നത് എത്രമാത്രം രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിലൊക്കെ പങ്കുണ്ട്. കാരണം ഇവര് പോലും ബ്രീഫിംഗ് ഉണ്ടാവും, എന്നിരുന്നാൽ കൂടി ഇതിന്റെ വിശദാംശങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വേറെ ആരൊക്കെയോ പോലെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ ഇപ്പൊ അടുത്ത് പൊട്ടിപ്പുറപ്പെട്ട നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ആണ് ശ്രീമാൻ മോദിയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടന്നു എന്ന് ഒരു ഊഹാപോഹം. കാരണം വലിയ മാധ്യമങ്ങളൊന്നും ഒക്കെ ഇതിൽ നിന്ന് വിട്ടുമാറി നിൽക്കായിരുന്നു. അത് ഇപ്പൊ ഇന്ത്യൻ മാധ്യമങ്ങൾ, അതായത് ഞാനിപ്പോ അമേരിക്കൻ മാധ്യമങ്ങൾ പോട്ടെ, അല്ലെങ്കിൽ ലോകത്തിലുള്ള യൂറോപ്പിലുള്ള മാധ്യമങ്ങളൊക്കെ മാറിയെന്നാലും ഇന്ത്യൻ മാധ്യമങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ വലിയൊരു ശ്രദ്ധ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ബംഗ്ലാദേശിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഇതുകളും, ചൈനയിലെ SCO സമ്മിറ്റിന്റെ സമയത്ത് നടന്നതിനെ പറ്റിയും ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു, പിന്നെ NDTV, അർണബ് ഗോസ്വാമി എന്തൊക്കെയായിരുന്നു പറയുന്നുണ്ടായിരുന്നു എന്നല്ലാതെ മറ്റ് മാധ്യമങ്ങളൊന്നും അതിന് വലിയൊരു ശ്രദ്ധ കൊടുത്തതായിട്ട് നമ്മ കാണുന്നില്ല സാധാരണ. എന്നാൽ ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനലുകാരും ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള അവിടെയുള്ള ക്ലിപ്പുകളും വീഡിയോസ് ആയിട്ട് കുറച്ചൊക്കെ പുറത്ത് എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരൊക്കെയോ റഷ്യ കുറച്ച് മാധ്യമങ്ങളിൽ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ മാതൃഭൂമി പോലെയുള്ള ഇതുകളൊക്കെ അതിനെ പറ്റി ഒരു ചെറിയ ന്യൂസ് കൊടുത്തിരിക്കുന്നല്ലാതെ അത്ര വലിയ പ്രാധാന്യം, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു അസാസിനേഷൻ അറ്റംപ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന വാർത്ത ഹോട്ട് ഭാഷ, ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അവർ വന്നിരുന്ന് പറയേണ്ട രീതിയിൽ ഒന്നും വന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട്? അപ്പൊ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നോ? അതുമല്ലെങ്കിൽ ഈ പുതു തലമുറ യൂട്യൂബർമാര്, നവമാധ്യമങ്ങള് എന്തെങ്കിലും അവരെ വശംവദരാക്കി അവരുടെ ഇതിലാക്കി ആരെങ്കിലും പ്ലാൻ ചെയ്ത ന്യൂസ് ആണോ? കാരണം റഷ്യക്ക് നഷ്ടപ്പെടുമ്പോ ആ ഇന്ത്യൻ വികാരത്തെ റഷ്യക്ക് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ ഇത്? അതുമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഹിന്ദു, NDTV, ഇന്ത്യൻ ഇത് അവിടെ ഇവിടെയും നവമാധ്യമങ്ങൾ ആർക്കും വേണമെങ്കിലും എനിക്കും പോസ്റ്റ് ഇടാം, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇടാം, എന്ത് വേണമെങ്കിലും. ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ തന്നെ ഒരു ഗ്രോസറി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ മഞ്ഞപത്രങ്ങൾ, അതായത് വ്യക്തമായിട്ട് മഞ്ഞപത്രമാണ്. ഓരോ സിനിമാക്കാരെ പറ്റി, രാഷ്ട്രീയക്കാരെ പറ്റിയൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നമ്മൾ ആ സിനിമയിൽ ഇരുന്ന് എഴുതേണ്ടല്ലോ ഇന്നസെന്റ്, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇന്ന് മാറ്റി എഴുതാമെന്ന് പറഞ്ഞവരെ ആണ് എഡിറ്ററുടെ കാര്യം. അതുപോലെ ഇരുന്ന എഴുത്താണ് പല പത്രമാധ്യമങ്ങളും ഇന്ന് നടക്കുന്നത്. പക്ഷേ ഈ ഒരു വാർത്ത എന്തുകൊണ്ട് അത്ര പ്രാധാന്യം? കാരണം എന്നാൽ ഇന്ത്യൻ ജനങ്ങൾക്കൂടെ ഉള്ളിൽ അത്രമാത്രം ആശങ്കയും പരിഭ്രാന്തിയും. കാരണം ശ്രീമാൻ മോഡിക്ക് ഉള്ള സപ്പോർട്ട് ഏകദേശം 70% എന്നാ പറയണേ ഇന്ത്യൻ പബ്ലിക്കിന്റെ ഉള്ളിൽ. അത്രമാത്രം സമ്മതനായ ഒരു വ്യക്തി ഇന്ത്യൻ ലീഡർഷിപ്പിനെ ഇല്ലാണ്ടാക്കാൻ നോക്കി കഴിഞ്ഞിട്ട് അതിനുള്ള പ്രാധാന്യം, അത്ര പ്രാധാന്യത്തോടു കൂടി ഈ ദേശീയ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അനുമാനങ്ങളിൽ എത്തുമ്പോ ഇന്ത്യൻ വികാരത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ, ഇപ്പൊ ഈ കേസിൽ ഒരു പക്ഷെ റഷ്യ ആയിരിക്കാം, ഇങ്ങനെയുള്ള കിംവദന്തികളോ ഊഹാപോഹങ്ങളോ നടത്തുന്നതാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് ഇപ്പൊ ഈ പ്രശ്നം നിലനിൽക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ കത്തിക്കേറി ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ഒരു ന്യൂസും കാണുന്നില്ല. അപ്പോ ഇത് പ്ലാന്റഡ് ന്യൂസ് ആണോ, അതോ ഇന്ത്യൻ വികാരത്തെ വിലയിട്ടെടുക്കുന്നതിന് വേണ്ടി വരുന്ന ന്യൂസുകളാണോ, അതോ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇതാണോ? അതായത് ഇപ്പൊ ചില യൂട്യൂബർമാരൊക്കെ അതൊക്കെ 3-4 ലക്ഷം കാണുന്ന യൂട്യൂബർമാരൊക്കെ ഇരുന്നിട്ട് അതെ അയാള് മോഡിനെ കൊല്ലാൻ വന്നു, ഇയാള് മോഡിനെ കൊല്ലാൻ വന്നു, അവിടെ അത് മോഡിനെ കൊല്ലാൻ വന്നത് തന്നെയാണ്, ഉറപ്പല്ലേ, അതുകൊണ്ടല്ലേ ഇതുകൊണ്ടല്ലേ, ഏതാണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിലിരുന്ന് ദബുസ് തന്നെ പറയാണ്. എന്നാൽ സർക്കാരിൽ നിന്നോ ഇത് നല്ല പ്രാധാന്യം അറിയിക്കുന്ന മാധ്യമങ്ങളിൽ നിന്നോ ഒന്നും തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂസുകൾ പ്ലാന്റഡ് ആണോ എന്നുള്ളതിനെ കുറിച്ചാണ്
നമുക്ക് ചിന്തിക്കേണ്ടത്.